ഞങ്ങൾ ചൂട് സമയത്ത് ഇതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല, ഫാൻ ഇടാൻ പറ്റത്തുമില്ല ഇവിടെ. കാരണം ഈ ഷെഡിനകത്ത് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഷെഡ് ഉണ്ട് താഴെ വീഴും. കരയണ്ട, പറഞ്ഞു അമ്മ. എന്താണ് അമ്മയുടെ വിഷമം എന്താന്ന് പറഞ്ഞു. 3 കൊല്ലം കൊണ്ട് എനിക്ക് സുഖമില്ല. ഉം. മരുന്ന് ഉം. ചിലപ്പം പോയി മേടിക്കും. യൂടെക് ഹോം ബിൽഡേഴ്സ് അവരാണിത് ഇവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമ്മൾ രണ്ടുകൂടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് ഈ ഒരു കുടുംബം ഈ ഒരു കൂരയ്ക്കുള്ളിൽ ഇവരുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചറിഞ്ഞ് ഇവർ പൂർണ്ണമായിട്ടും ഇതിന് അർഹരാന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. ഞാനും ഉല്ലാസ് ബ്രോയും കൂടാണ് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. വർഷം കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം നല്ല ചൂടായിരുന്നു. ഞങ്ങൾ ചൂട് സമയത്ത് ഇതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല, ഫാൻ ഇടാൻ പറ്റത്തുമില്ല ഇവിടെ. കാരണം ഈ ഷെഡിനകത്ത് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഷെഡ് ഉണ്ട് താഴെ വീഴും. ഈ പ്ലാസ്റ്റിക് വെച്ചാണ് ഇത് വെച്ചേക്കുന്നത്. ഞങ്ങളതിന് വെളിയിലിറങ്ങിയിരിക്കും. ഒരു 3 മണി കഴിഞ്ഞിട്ടാണ് പിന്നെ പെരയാതെ കയറുന്നത്. മഴ വന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടി. അന്നേരമാണ് യൂട്യൂബ് അദ്ദേഹം വന്ന് വീടിൻ്റെ കാര്യം പറയുന്നത്. തിരക്ക് പിടിച്ച് വന്നതാണ് അവർ, അറിഞ്ഞുകൊണ്ട് തിരക്ക് പിടിച്ച് വന്ന അവർ നല്ല ഒരു ഉപകാരമാണ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അവർക്ക് ഒത്തിരി 1000 നന്ദി പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ദൈവത്തിനോട്. ഈ ഷെഡിനകത്ത് കിടക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പകലുള്ള സമയം മഴയില്ലെങ്കിൽ വെളിയിലൊക്കെ ഇറങ്ങി നടക്കും. രാത്രി ആയാലും ഈ ഫാനിട്ടാലും പോലും ഭയങ്കര ചൂടാണ്. എൻ്റെ കുഞ്ഞിനെ എവിടെയെല്ലാം ഒരു തൊഴിൽ ശരിയാക്കി കൊടുക്കുക. ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പം കഴിയുന്നത്. കാരണം മഴയായാലും വെയിലാണെങ്കിലും, മഴയാണെങ്കിൽ പിന്നെയും പോട്ടെ തണുപ്പ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ചൂടുള്ള സമയത്ത് ഇവർ ഇതിൻ്റെ അകത്ത് കിടന്ന്, അതായത് ഇവർ പറയുന്നത് ചൂടാവുമ്പോഴത്തേക്ക് ഇവർ ഇതിൻ്റെ അകത്ത് നിൽക്കത്തില്ല, പുറത്തിറങ്ങി നിൽക്കും, അല്ലെങ്കിൽ തണലുള്ള സ്ഥലം നോക്കി കാറ്റ് നോക്കി നിൽക്കും. കാരണം ഇതിൻ്റെ അകത്ത് ഫാൻ ഇട്ടാലും ശരി അത്ര ചൂടാണ്. കാരണം ഇത് മറ്റേ ഷീറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇവരുടെ അവസ്ഥ കണ്ടിട്ടാണ് നമ്മളിപ്പം വന്ന് ഇവർക്ക് നല്ലൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഈ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ ഉല്ലാസ് ബ്രോ കാണിച്ച മനസ്സിന് എനിക്ക് ഒരുപാട് സന്തോഷം. ഒരുപാട് യൂടെക് ഹോം ബിൽഡേഴ്സ് അവരാണിത് ഇവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമ്മൾ രണ്ടുകൂടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം അമ്മ എന്താ പറയാനുള്ളത് അമ്മയ്ക്ക്? എനിക്ക് സുഖമില്ലാത്ത അല്ല കരയണ്ട, അല്ല അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് പറയാനുള്ളത് പറഞ്ഞു. കരയണ്ട, പറഞ്ഞു അമ്മ. എന്താണ് അമ്മയുടെ വിഷമം എന്താന്ന് പറഞ്ഞു. 3 കൊല്ലം കൊണ്ട് എനിക്ക് സുഖമില്ല. മരുന്ന് ചിലപ്പം പോയി മേടിക്കും. ഒരു വീട് കൂടെ ഇല്ലാത്ത പ്രയാസം. ഇവര് 3 പേരേ ഉള്ളൂ ഈ വീട്ടില്. പുള്ളിക്കാരന് 2020 ഒരു അസുഖം വന്ന് കഴിഞ്ഞിടയ്ക്കാണ് ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി അങ്ങനെ ജോലിയും കാര്യങ്ങളും ഒന്നും പുള്ളിക്കെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അല്ല അത് വിട്, അത് ഓക്കെ. പറഞ്ഞു, ഇതിൽ കരയണ്ട, പറഞ്ഞു. കരച്ചു അല്ല, പറഞ്ഞോ ചേട്ടന് പറയാനുള്ളത് പറഞ്ഞു. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ നാട്ടുകാരുടെ ഒരു സഹായം കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത്. ഓപ്പറേഷൻ ചെയ്തപ്പോൾ അധികം ജോലിയൊന്നും എടുക്കരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ നിൽക്കില്ല, ഇത് സങ്കടപ്പെടേണ്ട. ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ ഈ ഒരു സങ്കടങ്ങളും കാര്യങ്ങളും ഞാനും നമ്മുടെ ഉല്ലാസ് ബ്രോയും ഞങ്ങൾ ഒന്നിച്ചിത് സംസാരിച്ച് തീരുമാനിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു നല്ല വീട് വെച്ച് തരാം. കാരണം നിങ്ങൾ ഈ ഒരു അന്തരീക്ഷത്തിൽ കഴിയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യം വെച്ചിട്ട് ഈ ഒരു സാഹചര്യം കാണുമ്പോഴത്തേക്ക് നിങ്ങൾ എത്രത്തോളം ഇതിൻ്റെ അകത്ത് കഷ്ടപ്പെടുന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നല്ലൊരു വീട് അദ്ദേഹം അല്ല ഇല്ല അതല്ല, നല്ലൊരു വീട് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നല്ലൊരു വീട് നിങ്ങൾക്ക് അധികം താമസിച്ച് ഏകദേശം ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വന്ന് ഞങ്ങളെ സഹായിക്കാൻ മനസ്സ് കാണിച്ച്. അല്ല, അത് നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നമ്മുടെ സന്തോഷമാണ്. കാരണം ഇങ്ങനെ ഒരു കുടുംബത്തിന് ഒരു സഹായം ചെയ്യാൻ കാണിച്ചപ്പം യൂടെക് ബിൽഡേഴ്സ് ഹോം നമ്മുടെ ഉല്ലാസ് ബ്രോ ആണെങ്കിലും എന്നെ ഇത് സമീപിച്ച് ഇത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം ഇത്രയും നല്ല മനസ്സുള്ളവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇല്ല, എല്ലാം ശരിയാവും കേട്ടോ. നിങ്ങളുടെ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം റെഡിയാവും. നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. ഇതാണ് നമ്മുടെ ഉല്ലാസ് ബ്രോ, യൂടെക് ഹോം ബിൽഡേഴ്സിന്റെ ഓണർ. പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോജി ബ്രോ ഇങ്ങനൊരു കുടുംബം, അതായത് അവർ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം
അവര് 3 പേര് ഈ ഒരു ഷെഡിന്റെ അകത്ത് ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറഞ്ഞപ്പം സത്യം പറഞ്ഞ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇവർ ഇതിന്റെ അകത്ത് കിടന്ന് പെടുന്ന പാട്. ഈ ഒരു ഒറ്റ മുറിയാണ് ഇവരുടെ എല്ലാം. ഇവരുടെ അടുക്കളയാണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും എല്ലാം ഇവിടെ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മുടെ സാഹചര്യങ്ങളും ഇവരുടെ സാഹചര്യങ്ങളും തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് ഒട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്ക് നല്ല വിഷമമായി പോയി. നമ്മളെ യൂട്യൂബ് ഹോം സൊല്യൂഷൻ നമ്മുടെ ജോജിച്ചേണ്ട ഇതിനകത്തൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആളുകൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അതിൽ കുറെ ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്നെല്ലാം നമ്മൾ അന്വേഷിച്ച് തിരക്കിയിട്ട് ഏറ്റവും ഉചിതപ്പെട്ട ആരാണോ അവർക്കാണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ജനുവരിയിൽ എന്ന് പറഞ്ഞു, അന്നേരം നമ്മൾ ജനുവരിക്ക് മുമ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഓപ്പറേഷനും കാര്യങ്ങളും എല്ലാം കാരണം പിന്നെ കുറെ പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ ഇത്ര നീണ്ടുപോയത്. അപ്പൊ നമ്മൾ ഉടൻ തന്നെ നമ്മളിപ്പോ അതിന്റെ ഡ്രോയിങ് കാര്യങ്ങളും ചെയ്യാൻ പോവാണ്. ചെയ്താൽ ഉടൻ തന്നെ കല്ലടിയിൽ കാര്യങ്ങൾ അതും നമ്മൾ അറിയിക്കും. അന്നേരം ഉടൻ തന്നെ നമ്മൾ തുടങ്ങുന്നതാണ്. അന്നേരം ഇവർക്ക് കൊടുത്തതിൽ വലിയ സന്തോഷം. നിങ്ങൾ ഒരുപാട് നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഈ ഒരു കുടുംബത്തിന് ഇവരുടെ ഇത്രയും സങ്കടപ്പെട്ടു തൊഴിലൊന്നും വേണ്ട അല്ല, അതെ ദൈവത്തെ തൊഴുതാൽ മതി. കാരണം ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരാനാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലായി. നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാന്നുള്ളത് നമുക്ക് അതുപോലെ മനസ്സിലായിട്ടാണ് നമ്മൾ ഇത്രയും നല്ല, നമ്മളല്ലാതെ കുറെ കാര്യങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഇവർക്ക് വേണ്ടി ചെയ്യും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ കാര്യം തന്നെ എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ പുറത്ത് മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളും തന്നെ ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ ഒത്തിരി കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ പറയുന്നത് നമ്മൾ അതിനു വേണ്ടിയല്ല, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ഇവർക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ആരുടെങ്കിലും 1 രൂപ മേടിക്കാതെ. ഇപ്പൊ നമ്മൾ പറയുന്നില്ല നിങ്ങൾ ഈ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ 1 രൂപ തരണമെന്നും നമ്മൾ പറയുന്നില്ല. ഇത് നമ്മളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഒരു വീട് വെച്ച് നമ്മൾ കൊടുക്കുവാണ്. ഇത് എന്താന്ന് വെച്ചാൽ നമ്മളിത് കാണിക്കാൻ വേറെ ഒന്നുമല്ല. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ പുറത്ത് മാത്രമാണ് നമ്മൾ ഈ ഒരു കുടുംബത്തെ കണ്ടുപിടിച്ച്, അർഹതപ്പെട്ടൊരു കുടുംബത്തെ കണ്ടുപിടിച്ച് നല്ല ഒന്നാന്തരം വീടായിരിക്കും ഇവർക്ക് വെച്ചു കൊടുക്കും. ഇനി ഇവരുടെ സന്തോഷമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇപ്പൊ ഇവരുടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്ത് വിഷമപ്പെട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരാന്നുള്ളത്. ഇനി ഇവരുടെ സന്തോഷം നിങ്ങളെ കാണിക്കും. കാരണം വർഷങ്ങളായിട്ടൊരു വീടില്ലാതെ ഇപ്പൊ തന്നെ മഴ പെയ്യുന്നുണ്ട്, ഒന്നും നല്ല സൗണ്ട് കാര്യങ്ങൾ, ഇവരെ ഇവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങുമെന്നൊക്കെ ഉള്ളത് ഇവരുടെ ആ ഒരു സാഹചര്യം എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു പുണ്യകർമ്മം ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത്, വേറെ ആരോടും അല്ല. നല്ല ഒന്നാന്തരം നല്ലൊരു വീട് വെച്ച് കൊടുത്ത് ഇവരെ സന്തോഷിപ്പിക്കുക, അതാണ് ഇനി ഞങ്ങളുടെ അടുത്ത ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഒരു 3-4 മാസം, മഴയില്ലെങ്കിൽ ചേട്ടാ 4 മാസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ നമ്മളെല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഓണത്തിനാണ് നോക്കുന്നത്. അതെ, സിറ്റുവേഷൻ അനുകൂലമാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും ഓണത്തിന്. ഈ ഓണത്തിന് സിറ്റുവേഷൻ, അതായത് മഴ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ, മഴ കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഈ ഓണത്തിന് നിങ്ങളുടെ കയ്യിൽ നല്ല ഒന്നാന്തരം ഒരു വീട് വെച്ച് താക്കോല് നമ്മൾ തന്നിരിക്കും. സന്തോഷമായ ഞാൻ ഏട്ടന്റെ കൂടെ വന്നിട്ട് 7 വർഷമായി. അത് കഴിഞ്ഞതിന് ശേഷം ഏട്ടന് അറ്റാക്കൊക്കെ വന്നു. പിന്നെ എനിക്കും വയ്യ, ബ്ലീഡിങ് യൂട്രസൊക്കെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ അമ്മയ്ക്കും വയ്യ. നിങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഒരു സഹായം അഭ്യർത്ഥിച്ചപ്പം അത് വളരെ ഒരു നല്ല കാര്യമായി. നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എല്ലാം നന്നായിട്ട് വരും ചേച്ചി, വിഷമിക്കണ്ട. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ദൈവം കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഞങ്ങൾ അറിയാൻ കാരണമായതാണെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട്. എനിക്കാണെങ്കിലും ആരുമില്ല, അമ്മയും അച്ഛനും അങ്ങനെ അനാഥയായിട്ടാണ് ഞാനും വളർന്നത്. എനിക്കിപ്പോ ഒരു 2 പേര് മാത്രമേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സന്തോഷമുണ്ട്, പക്ഷെ മനസ്സുകൊണ്ട് ഭയങ്കര വിഷമമാണ് ഉള്ളത്, അല്ലേ ചേച്ചി? വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നല്ല ഒന്നാന്തരം ഒരു വീടായിരിക്കും വരുന്നത്. അത്രേ ഉള്ളൂ. നിങ്ങള് എത്രത്തോളം നിങ്ങൾ സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത്, അത്രത്തോളം നിങ്ങളുടെ സന്തോഷം ഇനി ഞങ്ങൾക്ക് കണ്ടാൽ മതി. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശുഭാപ്തി വിശ്വാസം വെക്കാം. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ചേട്ടാ. നമുക്ക് ഭാവിയിലേക്കുള്ള ജോലിയും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. വിഷമിക്കണ്ട, നമ്മൾ വന്നു, നിങ്ങളെ കണ്ടു, ദൈവാനുഗ്രഹം അല്ലെങ്കിൽ അതൊരു ദൈവ നിശ്ചയമായിട്ട് നിങ്ങൾ കാണുക. എല്ലാം നന്നായിട്ട് വരും. ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു തരും. ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാം നന്നായിട്ട് വരും കേട്ടോ, എല്ലാം നന്നായിട്ട്. അമ്മേ
എല്ലാം അമ്മയ്ക്ക് നന്നായിട്ട് വരും കേട്ടോ. എല്ലാം നന്നായിട്ട് വരും കേട്ടോ ചേച്ചി, വിഷമിക്കണ്ട, എല്ലാം നന്നായിട്ട് വരും കേട്ടോ. ശരി, പോട്ടെ എന്നാ അമ്മ. ഈ ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ രവിചേട്ടന് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടല്ലോ, ഭയങ്കര കാട് പിടിച്ച് കിടക്കുവാണ്. ഇതെല്ലാം ഇനിയും വെട്ടിത്തെളിച്ച് നമ്മൾ ഇന്ന് തൊട്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് തൊട്ട് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഉടനെ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് വീട് വെച്ച് കൊടുത്ത് ഇവരുടെ സന്തോഷം നിങ്ങളും നമ്മളും ഒന്നിച്ച് കാണും അല്ലേ? കാണും.